ബാലേട്ടൻ ഞാൻ സ്കൂളിൽ വന്നിരുന്നു. എല്ലാം കേട്ടിരുന്നു. തങ്ങാനാമത്തേം കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. എടാ ഇത് ഞങ്ങളുടെ റൂമല്ലേ, നിനക്ക് പുറത്തൊന്ന് വിളിച്ചിട്ട് കണ്ടു കയറി ഒരു മര്യാദ ഉണ്ടോ? അയ്യോ ബാലേട്ടൻ, അശോക് രാജ് നമ്മുടെ വീട്ടില. ഞാനാ നിന്റെ അശോകൻ, നീ കടുക്കനൂരി തന്നു നിന്റെ അശോകൻ. കള്ളക്കഥ പറയുന്നോളൂ. ചെവി കിടക്കുന്ന വലുക്കം വലിച്ചു ഊരിക്കൊണ്ട് പോയിട്ട് 2 ആഴ്ചയാണ് ചെവി പഴുത്തിരുന്നു, അറിയാവോ? ആ കടുക്കനും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ശ്രീദേവി അല്ലേ ബാലന്റെ പെണ്ണിന് മാലയും മളയൊന്നും ഇല്ലാത്തത്. ബാലേട്ടൻ പറഞ്ഞു പെരുങ്കളനാണെന്ന്. അശോകേട്ടൻ ഡൽഹി പറ്റത്തെത്തിയെന്ന് അറിഞ്ഞപ്പോഴേ ഞങ്ങൾ മാലയും വളയൊക്കെ കൊണ്ട് ബാങ്കി വെച്ചു. ഇത് മുക്കാട്ടോ. ബാല, നിനക്കെന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു സെൻട്രൽ ജയിലിൽ കണ്ടേനെ. പത്രങ്ങളിലെല്ലാം എന്റെ പേരുണ്ടായിരുന്നു. പക്ഷെ നീ അതിനൊന്നും ശ്രമിച്ചില്ല. എന്തിനാ വന്നു കഴിഞ്ഞാൽ നീ വീടിന്റെ ആധാരം കൂടെ ചോദിക്കുമെന്ന് അറിയാം. സ്കൂളിന്റെ അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ബാലേട്ടന്റെ ചോട്ടി മാത്രത്തിൽ നിന്ന് കൈയിട്ട് കാര്യമല്ലേ വളർന്നത്. പച്ചക്കള്ളം. ഇവൻ എന്റെ അടുത്ത് കട്ടെടുത്തായിരുന്നു. കണ്ടില്ല ഞാൻ എങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ. അതൊക്കെ പോട്ടെ ബാല, എന്റെ ബാലന്റെ മക്കൾ എവിടെ? കള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ മക്കൾ സ്കൂളിൽ നിൽക്കുമെന്ന് പറഞ്ഞു. ഇനി നീ പോയിട്ടേ വരുന്നുള്ളൂ. ചെറുക്കൻ എവിടെ ഉണ്ട് മോനെ? അമ്മ ചോറാകുമ്പോ വിളിക്കാം കേട്ടോ, മക്കൾ പൊക്കോ. എന്നാ ശരി, ഞാൻ ഇറങ്ങോ ബാല. സൈനിതാത്ത നമ്മുടെ വീട്ടിൽ അശോകേട്ടൻ കണ്ടോ? സൈനിതാത്ത കമ്മലൊക്കെ ഊരി വെച്ചോ? കമ്മലൊക്കെ ഊടി വെച്ചിട്ടുണ്ട്.